ഹായ് മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് കുറച്ച് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഹലുവ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് റാഗിയെ 2 മണിക്കൂർ കുതിർത്തതാണ്, 1.5 കപ്പ് തേങ്ങ ഫ്രഷായിട്ട് ചിരണ്ടി എടുത്ത് വെച്ചതാണ്, 1 കപ്പ് ശർക്കരപ്പാനി, ആവശ്യത്തിന് നെയ്യ്, ഒരു 6 ഏലക്ക. ഇത്രയും സാധനങ്ങൾ മതി ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഹലുവ തയ്യാറാക്കാൻ. ഇനിയും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ചെടുത്ത് വെക്കണം റാഗിയെ. പിന്നെ 2.5 കപ്പോളം തേങ്ങാപ്പാൽ വേണം. പിന്നെ 1 കപ്പ് ശർക്കരപ്പാനി. ഈ ശർക്കരപ്പാനിയെ ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന റാഗിയുടെ പാലും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് ഒരു തവി വെച്ച് നല്ലതായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ച് വരട്ടിയെടുക്കാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. അത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോവരുത്. ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങുമ്പം കുറേശ്ശെ നെയ്യൊഴിച്ച് ഇളക്കി വരട്ടിയെടുക്കാവുന്നതാണ്. പിന്നെയുണ്ടല്ലോ, ഇത് ഈ ഇളക്കുന്നതിന് 1 മണിക്കൂറോളം സമയം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് നെയ്യിലേക്ക് കാഷ്യൂ നട്ട്സിനെ ഇട്ട് വറുത്ത് കോരി അതും ഈ ഹലുവയിലേക്ക് ഇടാവുന്നതാണ്. വീണ്ടും ഇളക്കാം. ഇളക്കി വരണ്ട്, അതായത് ആ പാനിൽ നിന്നും ഈ പരുവമാകുമ്പോഴത്തേക്കിന് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റാവാൻ വെക്കാവുന്നതാണ്. അമ്മയൊക്കെ ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി നോക്കും. ഉരുണ്ട് വരുന്നുണ്ടെങ്കിൽ ഹലുവ പാകമായി എന്നാണ് പറയുന്നത്. ഉള്ളൂ, മെനക്കേട് കഴിഞ്ഞു. ഇനിയും ഇത് ആറി വരണം. ഒരു 2 മണിക്കൂറോളം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ആറിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം വെച്ചിട്ട് മുറിച്ചാലും നല്ലതാണ് കേട്ടോ. ഏതായാലും ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഹൽവയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഹൽവ ഉണ്ടാക്കി എല്ലാവരും ഒത്ത് എൻജോയ് ചെയ്യുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.